അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. കാലിബർ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു മച്ചാൻ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും സർവീസൊക്കെ ചെയ്യട്ടെ. കാലിബർ പിന്നെ ചെയിന് ക്ലീൻ ചെയ്യണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. കഴിഞ്ഞിട്ട് നേരെ നമുക്ക് കോവളം ബീച്ചിലേക്ക് പോകണം. എന്തായാലും ഇവിടുത്തെ സർവീസ് പരിപാടിയൊക്കെ ചെയ്യട്ടെ. ഞാനിപ്പോൾ സൈക്കിളിൽ പോകണം. ചെയിന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ സൈഡത്തെ ഈ ബാഗത്തെ 3 കൊല്ലത്തോളമായി ഞാൻ സർവീസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലിബറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണാം. നമ്മൾ സർവീസൊക്കെ ചെയ്ത് ഇവിടെ മാക്സിമം ഡിസ്കൗണ്ടൊക്കെ ചെയ്തിരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്തായാലും നിങ്ങളെ പേരെന്തേനി പരിചയപ്പെടുത്തിയില്ലേ? പരിചയപ്പെടുത്തിക്കോളി. അബാദ് സൈക്കിളിൽ നിന്നാണ് ട്രിവാൻഡ്രം. എൻ്റെ പേര് അൽത്താഫ്. ഇതെൻ്റെ ബ്രദറാണ് അറാഫത്ത്. നിങ്ങളെന്തേ പേര്? അനാഫോ? അറാഫത്ത്. ഓക്കെ. നിങ്ങളെ പേരെന്തേനി? അനന്തു. ഓക്കെ. എന്നെ കാണാൻ മുന്നോട്ട് പോയി. ഇവിടെ നമ്മൾ ഇവിടുന്ന് സൈക്കിള് സർവീസ് ചെയ്ത് മെയിനായിട്ട് സൈക്കിളിൻ്റെ കാരിബർ ചേഞ്ച് ചെയ്ത്, അതേപോലെ ബ്രേക്ക് കേബിള് കാരിബർ ചേഞ്ച് ചെയ്ത് ബ്രേക്കിൻ്റെ, അതുപോലെ നമ്മുടെ ഗിയറിൻ്റെ കേബിള് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത്. പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ യാസിനാണ്, മുഹമ്മദ് യാസിൻ. അപ്പം ഇവനാണ് നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ജോയിൻ ചെയ്തത്. പിന്നെ വേറെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം, അവരൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുള്ള പ്ലാൻ നോക്കട്ടെ. നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞിപ്പം പോണ വയ്ക്കുന്നല്ലേ ഒരു മോര് കുടിക്കാൻ. അപ്പോൾ യാസിൻ ബ്രോ മോരൊക്കെ വാങ്ങി തരാറുണ്ട്. അപ്പോൾ മോര് കുടിക്കാൻ വേണ്ടി വന്നത്. ഈ നല്ല മോരുണ്ട്, ചീരാമുളക്. എന്തായാലും മോര് ഇങ്ങനെ കുടിച്ചിട്ട് സൈക്കിൾ ഇവിടെ ഉണ്ട്. കുറച്ച് സർവീസൊക്കെ കഴിഞ്ഞ് ഇത് കാലിബറൊക്കെ ചേഞ്ച് ചെയ്തു. പുതിയ കാലിബറൊക്കെ ആണ്. ബ്രേക്ക് കേബിൾ ചേഞ്ച് ചെയ്തതാ. അല്ല ഗിയറിൻ്റെ കേബിളൊക്കെ ചേഞ്ച് ചെയ്തു. ഒന്ന് കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. കന്യാകുമാരി പോകുന്ന റോഡിൽ നിന്ന് വളരെ മോശമാണ്. വളരെ മോശമാണെന്നാ. നമുക്ക് മോര് കിട്ടിയിട്ട് നല്ല തണുത്ത മോരാണ്. ഇത് കുടിച്ചു നോക്കട്ടെ. നല്ല സുഖമുണ്ട്. ഈ ഒരു ടൈമിൽ മോര് കുടിക്കും. എന്തായാലും കുടിച്ചു കഴിയുന്നതാണ്. ഇതിനകത്ത് ഇഞ്ചി, മുളക് അപ്പാടൊക്കെ ചതച്ച സമയം നല്ല സുഖം. യാസിമച്ച പോവാണ്. ഇനി നമുക്ക് നേരെ കോവളത്തേക്ക് പോകാം. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഈ കോവളത്തേക്ക് നമ്മൾ സൈക്കിൾ ചവിട്ടി കോവളം ബീച്ച് എത്താറായി. ഒരു 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മളിത് സ്റ്റാർട്ടിങ്ങിലാണ്. ഇവിടെ താഴത്ത് ഒരു കോറി ഉണ്ട്. നേരെ താഴത്തേക്കാണ് കോവളം ബീച്ച്. 1 കിലോമീറ്റർ പോയാൽ കോവളം ബീച്ചെത്തി. നമ്മൾ കോവളം ബീച്ചിലെത്തി. അപ്പം നമ്മുടെ സൈക്കിളിന് കയ്യിലുണ്ട്. പോയി അതിനോട് വിട്ടാൻ കഴിയുന്നില്ല. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ല, ആളുണ്ട്, കൂട്ടില്ല. അതാണ് സൈക്കിൾ എടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗോവ കൂടെ നടന്നു പോകുന്ന സ്ഥലമുണ്ട്. ഫുള്ള് ഷോപ്പിംഗ് ആണ് മെയിനായിട്ട് ഈ ഭാഗത്ത്. കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ലൈറ്റ് ഹൗസ് അത് അവിടെ കാണണം. ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കിട്ടും. ഇതേ
നമ്മൾ പർച്ചേസിനൊന്നും നിൽക്കില്ല, നമ്മൾ നേരെ അങ്ങോട്ട് പോകും. ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഫോറിനേഴ്സാണ്. മദാമ്മമാരുണ്ട്, സായിപ്പുമാരുണ്ട്, എല്ലാവരും. ക്ലിയർ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് കേട്ടോ. നായ്ക്കളൊക്കെ അവിടെ പൂവിൻ്റെ അടുത്ത് കിടക്കണം. അപ്പോൾ അധികം റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ ഹോട്ടലിൽ താമസിക്കാം. നമ്മൾ കണ്ട ലൈറ്റ് ഹൗസ്, അതിൻ്റെ മുകളിൽ കയറണം എന്നുണ്ട്. അങ്ങോട്ട് കടത്തി വിടുമെന്ന് അറിയില്ല. എന്തായാലും ഇതിൻ്റെ നേരെ അങ്ങോട്ട് പോയേക്കാം. ഇത് കുറച്ച് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാമല്ലോ, എന്തായാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വരുന്ന വഴിക്ക് നമ്മൾ വരുമ്പോൾ വെച്ച ബ്രേക്ക് അവർ ഇറക്കം കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയി വിചാരിച്ചു. ഞാൻ പോകുമ്പോൾ കാട്ടിത്തരാം ഇറക്കം എന്നോട് 2 ബ്രേക്ക് നല്ല ജാമായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഈ ലൈറ്റ് ഹൗസ് അവിടേക്ക് പ്രവേശനമില്ലാന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്തൊന്നും ആരും കാണില്ല. ഈ നമ്മുടെ ബാഗുകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നല്ല ഗോവയിലൊക്കെ പോയ ഒരു ഫീലുള്ള ക്ലിയർ. ഞാൻ മെയിനായിട്ട് ഈ ഒരു കോവളം ബീച്ചിലേക്ക് വരണം എന്ന് വിചാരിച്ചതല്ല. എന്നോട് വന്ന് കാണാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു കോവളം ബീച്ചിലൊക്കെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇതിലങ്ങോട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കോവളത്തുനിന്ന് പോവാണ്. അപ്പം ഇവിടെ ഒന്നാമത് ലൈറ്റ് ഹൗസ് കയറാൻ വെച്ച് വന്നതാണ്. പക്ഷേ ലൈറ്റ് ഹൗസ് ഓപ്പൺ അല്ല. എന്തായാലും ഇവിടെ കുറച്ചൊന്ന് ചുറ്റി കണ്ടിട്ട് നമ്മളൊരു കുറച്ച് നേരത്തിനുള്ളിൽ ചിലപ്പോൾ റിട്ടേൺ പോകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കടകൾ. എനിക്കട്ടെ ക്ലിയർ നമ്മൾ ഗോവയിൽ പോയി കഴിഞ്ഞാൽ സായിപ്പന്മാരൊക്കെ ടൈപ്പ് ഡ്രസ്സുകൾ അങ്ങനത്തെ ഒരു കൂമ്പാരങ്ങളെ ഷോപ്പുകളാണ് ഇവിടെ അങ്ങോട്ട് ഫുള്ളും കാണുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ അപ്പുറത്തും കഫേ ഒക്കെ ഉണ്ട്. മെയിനായിട്ട് റെസ്റ്റോറൻ്റാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് വരുന്നത്. നമുക്ക് റൂംസ് വേണമെങ്കിൽ റൂംസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇതേപോലെ പർച്ചേസ് ചെയ്യാനുള്ള കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറച്ച് കടകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഷോപ്പാണ്. കുറച്ച് നല്ല ഷോക്കേസിലൊക്കെ വെച്ച ബുദ്ധന്മാരെ ഫോട്ടോസ് അങ്ങനത്തൊക്കെ. പിന്നെ ഈ സാധനം നമ്മൾ കാറിലും വീടുകളിലൊക്കെ തൂക്കുന്നതാണ്. വേറെ ടൈപ്പുണ്ട്. പിന്നെ ഇതൊക്കെ റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ കൊറോണ കാരണം അടച്ചിട്ടതാണെന്ന് തോന്നുന്നുണ്ട്, ആരില്ല. പിന്നെ ഇവിടെ വെറൈറ്റി ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി ടൈപ്പ് ലേഡീസ് ഉണ്ട്, സാധാ ഹവായി ടൈപ്പ് ഉണ്ട്, കുട്ടികളുടെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ബുക്ക് സ്റ്റാൾ, പിന്നെ നമ്മുടെ മാപ്പ് അങ്ങനത്തെ കടകൾ. പിന്നെ ഇതാ ബാഗ്, ഷോള്. ഇവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ, ടാറ്റു അടിക്കണം നഗരണ്ടിയിൽ ഇവിടെ നടത്തിയാൽ അങ്ങനെ പറഞ്ഞ ബീച്ച് സൈഡിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ്. പോവാണ്. ഇവിടെ ഉള്ള എല്ലാവരും ഞാൻ ചോദിക്കുക കാശ്മീരിലേക്ക് പോവാണോ വരികയാണോ. ഇവിടെ ഫുള്ളും നമ്മളെ കടലിൽ പോകുന്ന ആൾക്കാരെ തോണി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് നമുക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് കാശ് ഇപ്പം നമ്മൾ ബഡ്ജറ്റ് ട്രാവലിംഗ് ആയതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ട്രൈ ചെയ്യുന്നില്ല.
ആ ഒരു സ്ഥലത്ത് ബോട്ടിംഗ് ആണുള്ളത്. പിന്നെ നമ്മൾ ബോട്ടിങ് നോക്കില്ല, സൈക്ലിംഗ് അല്ല മെയിനായിട്ട്. എന്തായാലും മുന്നോട്ട് പോകാം. ഇന്ന് ചായ കുടിക്കണം. ചായ അല്ല, ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പിന്നെ ചായ കുടിക്കണമെങ്കിൽ ഇവിടെ ചായ കണ്ട് ചായ, ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ തന്നെ. പിന്നെ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇളനീ, കരിക്ക് അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ മസാല, ഗ്രീൻ പീസ്. ഫ്രൂട്ട്സ്, അപ്പം ഒരു ഫ്രൂട്ട്സ് കഴിക്കണം. അല്ല, ഫ്രൂട്ട്സ് കണ്ട പിന്നെ ചായ കുടിക്കുന്നതായിട്ട്. ഇവിടെ ഐസ്ക്രീം കൊണ്ട് ഒരു സ്റ്റെപ്പ് കയറട്ടെ, കയറി കഴിഞ്ഞിട്ട് കാണാം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ കയറ്റം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളും കയറ്റം. അതാ നോക്കിയിട്ട് ഈ ഒരു കയറ്റം ഫുള്ള് ഇറങ്ങി വന്നതേ. എൻ്റെ സൈക്കിൾ ചവിട്ടിക്കറങ്ങില്ല, ഉരുട്ടിക്കയറിട്ട്. എൻ്റെ അമ്മ ഇപ്പം തന്നെ കൊഞ്ഞി നോക്കിയാട്ടെ. ഇതൊക്കെ കുത്തനുള്ള ഇറക്കും. എന്തായാലും മുകളിൽ വെച്ച് കാണാം. അതൊക്കെ മുകളിൽ നിന്ന് കാട്ടിത്തരാൻ ഇറക്കും. ഇതാണ് ഞാൻ പറഞ്ഞ കയറ്റം. ഇത് കണ്ടിട്ട് നിങ്ങൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ റോഡ് ഇതാ നേരെ പോകണം കൊണ്ട് കയറ്റത്തിലേക്കാണ്. കയറ്റം ഫുള്ളിപ്പം നമ്മൾ സൈക്കിൾ ഇറക്കി കൊണ്ടുവന്നു. ആ ഒരു പിടുത്തത്തിൽ ഞാൻ വിചാരിച്ച് നമുക്ക് വെച്ച പുതിയ ബ്രേക്കിൻ്റെ അതൊക്കെ പണിയായിട്ടുണ്ടാവും. അമ്മാരി ഇറക്കായിരുന്നു. എന്തായാലും ഹൈവേയിൽ വെച്ച് കാണാം, അതായിരിക്കും നന്നാവുക. അപ്പോൾ അതെ, ഞാൻ നമ്മുടെ ഇനി കോവളം ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പം ബൈപ്പാസിലാണ്. എന്തായാലും നേരെ സമയം ഇപ്പോൾ 4:30 മണിയായി. അപ്പം എങ്ങനെയും നേരെ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാനുള്ള പണി നോക്കണം. 4:30 മണി പിരീഡാവുമ്പോഴത്തെ കടത്തണം. അത് അപ്പുറത്ത് ബൈപ്പാസ് അപ്പുറത്ത് ഓപ്പണല്ല, അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ പോവാം. നാളെ മുതൽ നമ്മുടെ കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്. 5-ാം തീയതി രാവിലെയാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോവാം. 4-ാം തീയതി രാവിലെ മുതലേ നമ്മൾ ഇവിടെ തന്നെ തിരുവനന്തപുരം തന്നെയാണ്. എന്തായാലും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. മുന്നിൽ കാണാൻ റോഡ് നോക്കി. എന്തിനാ പോലും ഇങ്ങനത്തെ റോഡ് കൊടുക്കണമെന്ന് ഒരു പെടുത്തില്ല. അപ്പം അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് മെസ്സേജ് കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനെ കയറ്റാനതൊക്കെ ഞാൻ അവിടെ നിന്നപ്പോൾ കിളി പോയിപ്പോയി. ഇതിപ്പോൾ ഇങ്ങനെ കയറ്റുന്നു. ഇപ്പുറത്ത് മെയിൻ റോഡിലൊക്കെ റോഡുള്ളതിനോട് കുഴപ്പമില്ല. അപ്പോൾ അതെന്തിനാ എങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്കേട്ടെ ഇപ്പുറത്ത് 2 സൈഡിൽ ഈ ഒരു ഹൈവേയിൽ ഫുള്ളങ്ങനെ തന്നെ. എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ എയർപോർട്ടായിട്ടാണ് കാണുന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഇവിടെ കുട്ടിയിൽ ക്ലിയർ ആയിട്ട് കാണാം. ഇത് സ്ഥലം വലിയതുറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. നമുക്ക് നേരെ എയർപോർട്ട് റോഡ് കയറാം. ഇത് നേരെ എയർപോർട്ട് റോഡ്. അപ്പോൾ നമ്മൾ വലിയതുറ എത്തി. ഭാഗത്ത് അധികം മീൻ വിൽക്കുന്നതാണ്, ബാക്കിലാണ്. മീൻ വിൽക്കണ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ക്രിസ്ത്യൻസ് പള്ളി, ചർച്ചുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ടാട്ടോ കുട്ടികൾ കളിക്കുന്നത്, പ്രാക്ടീസൊക്കെ ചെയ്യാൻ. എന്തായാലും ഇങ്ങനെ നേരെ ചോട്ടോ ചായപ്പീടിയ നല്ല ഇവിടുത്തെ നാടൻ ഇവിടുത്തെ ഒരു പലഹാരങ്ങളില്ലേ അത് കിട്ടണം. ചായക്കട കുറേ നോക്കി ഇവിടെ പല കടികളില്ല, ചായ ഉണ്ട്, കടികളില്ല. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതെ, നമ്മൾ ബ്രോൻ്റെ വീട്ടിലേക്ക് പോകണം. നേരെ കാണാനാണ് ബ്രോൻ്റെ വീട്. അവിടേക്ക് പോട്ടെ. ഈ കാണുന്നതാണ് വീട്. നമ്മൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ചാനൽ
ഡെയിലി അപ്ഡേഷൻസ് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. അതിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.